നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, അതേ ഒരു സർജനാണ്, പ്രഗത്ഭനായ ശസ്ത്രക്രിയാ വിദഗ്ധൻ. അദ്ദേഹത്തിന് ഇപ്പോൾ 93 വയസ്സായി. 5 വർഷം മുമ്പ് വരെ, അതായത് അദ്ദേഹത്തിൻ്റെ 88-ാം വയസ്സ് വരെ സർജറി ചെയ്യുമായിരുന്നു. വളരെ സങ്കീർണങ്ങളായ ശസ്ത്രക്രിയകൾ ചെയ്യുമായിരുന്നു. നോക്കൂ, 88 വയസ്സുള്ള ഒരു സർജൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിക്കുന്ന കാലത്ത്, അദ്ദേഹം MS പഠിക്കുന്ന കാലത്ത് എന്തെന്ത് സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും ഉണ്ടായിരുന്നോ അതിലൊന്നുപോലും ഇന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണം, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമോ സാങ്കേതിക വിദ്യയോ അന്ന് ഉണ്ടായിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട്, എങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ പ്രാഗൽഭ്യത്തെ നിലനിർത്തിക്കൊണ്ട് ഈ മേഖലയിൽ വർത്തിക്കാൻ കഴിയുന്നു? ഒറ്റ മറുപടിയുള്ളൂ: കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് സ്വയം നവീകരിച്ചു കൊണ്ടേയിരുന്നു. അറിവുകളെ സ്വായത്തമാക്കിക്കൊണ്ടിരുന്നു, സ്വയം ക്രമീകരണത്തെ ചെയ്തു. ഇത് വ്യക്തിയെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു സമാജമായാലും ഈ സ്വയം നവീകരണം സംഭവിക്കണം. ഒരു ഇംഗ്ലീഷ് പദം എടുത്താൽ അപ്ഡേറ്റ് ചെയ്യാന്നർത്ഥം. നിരന്തരമായി അപ്ഡേറ്റിംഗ് നടക്കണം, നിരന്തരമായിട്ട്.